നമ്മുടെ ഷാനവാസിക്കയോട് അനുമോളും ആദിലയും അനീഷേട്ടൻ്റെ കാര്യം പറയുകയാണ്. ഷാനവാസിക്ക കുറേ വട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്താണ് കാര്യം. കാരണം ഇവർ തമ്മിൽ ഈ കാണിക്കുന്ന ഈ പുകിലും ഈ നാടകമൊക്കെ കണ്ടിട്ട് ഷാനവാസിക്കൊക്കെ ഒരു ഇരിക്കപ്പുറതിയില്ല. എന്താണെന്ന് ആദിലെടുത്ത് ചോദിക്കുമ്പം ആദില പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അനുമോള് വരും. അപ്പോഴത്തേക്ക് പിന്നെ ഷാനവാസിക്കൊക്കെ അത് കിട്ടില്ല. പിന്നെ കുറേ നേരം ഇവരിട്ട് വട്ട് കളിപ്പിക്കുന്നുണ്ട്. ഷാനവാസിക്ക് ഇങ്ങനെ കിടന്ന് തുള്ളുക എന്താണെന്ന് അറിയാൻ വേണ്ടി. ലാസ്റ്റ് അനുമോള് പറയുകയാണ്, എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കും, അപ്പോൾ ഷാനവാസിക്ക് ഇത് അറിഞ്ഞിരിക്കണം അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പറയാണ് അനീഷേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള രീതിയിൽ അനുമോള് പറയാണ്. അപ്പം ഷാനവാസിക്കൊക്കെ ഇങ്ങനെ വലിയ ഞെട്ടലൊന്നും ഇല്ല, നല്ല കാര്യമല്ലേ. ഷാനവാസിക്ക് ഇങ്ങനെ ഭയങ്കര കൂളായിട്ടുള്ള രീതിയിലാട്ടോ അത് എടുത്തത്, ഭയങ്കര ഞെട്ടലൊന്നും ഇല്ല. ഷാനവാസിക്കൊക്കെ ഏകദേശം ഉറപ്പുള്ള കാര്യം പോലെയായിരുന്നു. ഷാനവാസിക്ക് പറഞ്ഞു, നമുക്കിത് പരിഗണിക്കാവുന്ന കാര്യമല്ലേ, അവന് നല്ല ഭൂസ്വത്തും നല്ല ഇതൊക്കെ ഉള്ള ആളല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇത് പരിഗണിക്കാടി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ ചോദിക്കുന്നുണ്ട്, ഈ ലാലേട്ടൻ ചോദിക്കാൻ മാത്രം വലിയ വിജലംബിച്ച രീതിയിലൊക്കെ നടന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും പുറത്ത് സൂര്യനമസ്കാരത്തിന് ശേഷം ഞാൻ ഊഞ്ഞാലിരുന്ന് ആടിയ സമയത്താണ് ഇത് നടന്നത് എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെ സംഭവമായിരുന്നോ എന്നുള്ള രീതിയിൽ ഷാനവാസിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അനീഷേട്ടൻ ആകപ്പാടെ വിഷമത്തിലാണ്. എന്താണ് സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ അനുമോള് കാണിച്ച കുസൃതിയും കാര്യങ്ങളും അനീഷേട്ടന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അനുമോള് കുറച്ച് ഇതായിട്ടൊക്കെ നിന്ന്, അനീഷേട്ടന് വെറുതെ തമാശയായിട്ട് എടുക്കേണ്ട സ്ഥാനത്ത് അനീഷേട്ടൻ അത് സീരിയസ് ആയിട്ട് എടുത്ത് ഒരാഴ്ചത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഓടിപ്പോയി ചോദിച്ചതാണ്. ഇത് അനീഷേട്ടൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റല്ലേ. അനീഷേട്ടനെക്കാട്ട് ഇത്ര ഏജിന് ഇളയ ഒരാളാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരാളുടെ മനസ്സ് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാതെ ഓടിപ്പോയി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ. പിന്നെ ഇനിയിപ്പം നാളെ ഇനി ഒരു ഡിസ്കഷൻ വല്ലതും ലാലേട്ടൻ വെക്കുവാണെങ്കിൽ ഇവരെല്ലാം കൂടെ അനുമോളെ കുറ്റം പറയാനും സാധ്യത ഉണ്ട്. അനുമോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതൊക്കെ ഒരു തമാശയായിരുന്നു. പക്ഷെ അത് അനീഷേട്ടൻ മനസ്സിലാക്കിയില്ല. എന്തായാലും ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ചിലപ്പം അനീഷേട്ടൻ ഇഗ്നോർ ചെയ്യുമായിരിക്കും, പറയാൻ താല്പര്യമില്ലാതെ പോലെ റെഫ്യൂസ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ആൻസർ പറയുമായിരിക്കും. എന്തായാലും നാളെ എല്ലാവരും ഇത് അറിയും. അപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.